ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം റിസൾട്ട് കിട്ടി ഗൈസ്. ഓ മൈ ഗോഡ്, എക്സാമിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പം ഇത് ഫോണിലാണ് ഞാൻ സ്കൂളിൽ പോകത്തോണ്ട് എൻ്റെ മാം മറ്റേ പ്രോഗ്രസ് റിപ്പോർട്ട് എനിക്ക് ഫോട്ടോ കൊടുത്ത് അയച്ചു തന്നു. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടുള്ള എക്സാമൊക്കെ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ബുക്കുണ്ട്, അത് ഞാൻ കണ്ടന്റ് എഴുതി വെക്കുന്ന ബുക്കാണ്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഇന്ന മാർക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടാം. ഓക്കെ, ഇപ്പോൾ നല്ല പേടിയുണ്ട്. എന്നത്തെക്കാട്ടും ഇത്തിരിയും കൂടെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത്തിരിയും കൂടെ ഒന്ന് പഠിച്ചിട്ടൊന്ന് ഇതായിട്ടുണ്ട്. സാധാരണ 21 എന്താ പറയുക 19 പോവാറില്ല, 20 ആ റേഞ്ചിൽ വരുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ 40 മാർക്കൊക്കെ വന്നെങ്കിൽ 34 അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 20 ഇങ്ങനെയാണ് മാർക്ക് വരാറുള്ളത്. എനിക്ക് ഈ പ്രാവശ്യം ഇച്ചിരി കൂടി ഞാൻ പൊങ്ങി സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ശരിക്കത്തെ മാർക്ക് എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പം എനിക്ക് അതിൽ ഞാൻ പറയാം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള എക്സാംസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 എക്സാമാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഒരു എക്സാം വിട്ടു പോയിട്ടുണ്ടായിരുന്നു, മോറൽ സയൻസ്. അപ്പോൾ അത് മിസ്സിനോടൊക്കെ ചോദിച്ചു എഴുതണോ ചോദിച്ചപ്പോൾ മിസ് പറഞ്ഞു വേണ്ട, എഴുതാൻ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അപ്പം പറഞ്ഞു എന്നാൽ വേണ്ട. അപ്പം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വായിക്കാം. ഭയങ്കര പേടിയുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇന്നാണ് അയച്ചിട്ടുള്ളത് മിസ്. അപ്പം നമുക്ക് ഇന്ന് തന്നെ നോക്കണമല്ലോ. അപ്പം ഞാൻ വായിക്കാം. ഇംഗ്ലീഷിൽ 24 മാർക്ക് കിട്ടിയിട്ടുള്ളത്. 25 24 മാർക്കാണ് ഇതെല്ലാം കിട്ടിയിട്ടുള്ളത്. സാധാരണ ഇംഗ്ലീഷിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നതായിരുന്നു. പ്രാവശ്യം ഇച്ചിരി ബാക്കോട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ ബാക്കോട്ടായിരുന്നു, ഇപ്പോൾ മുന്നോട്ടാണ്. കാരണം ഇംഗ്ലീഷിനൊക്കെ എനിക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനെ പറ്റിയില്ല. എനിക്ക് ഫുള്ള് അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് എന്തോ ഒരു കുഴപ്പം ഉണ്ടാവുമല്ലോ. ഞാൻ ഏതിലോ 2 ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അപ്പം ആ 2 മാർക്ക് പോയല്ലോ. ഞാൻ ഏതോ ഒരു മാർക്കിൽ ഞാൻ ഒന്നെങ്ങനെ തെറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ 24 കിട്ടുമല്ലോ. അപ്പം അതിന് 24 കിട്ടി, മലയാളത്തിന് 24 കിട്ടി. മലയാളത്തിൽ സാധാരണ കുറവായിരുന്നു, ഇപ്പോൾ കൂടിയതാണ്. ഹിന്ദിക്ക് 22. ഹിന്ദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും പോക്കാണ്. ഹിന്ദിക്ക് സത്യം പറഞ്ഞാൽ 21 വരെ മേടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 40 മാർക്കൊക്കെ 20 എത്താറുണ്ട്, 21 എത്താറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം 22 ആയി. അതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സിമ്പിളായിരുന്നു ഹിന്ദി കേട്ടോ. ഞാൻ ഇപ്പോൾ വരാവേ. അപ്പം ഹിന്ദിയിൽ അങ്ങനെയൊക്കെയാണ്, ബെറ്ററാണ്. അപ്പം അമ്മ പറഞ്ഞു ഇത്രയും കൂടെ നീ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താ പറയുക ഇത്രയും കൂടെ ഇതിൽ മാർക്ക് സ്കോർ ചെയ്യായിരുന്നു. ഞാൻ ഫുള്ള് ഇപ്പോൾ വീഡിയോസിലായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഇത്ര കിട്ടാറുണ്ട് എനിക്ക്. ബെറ്റർ മീൻസ് ചിലതിലൊക്കെ കേട്ടോ. അമ്മ ഉദ്ദേശിച്ചത് നിനക്കിപ്പോൾ ഇത്രയും കിട്ടി, ഇനി ഒന്നും കൂടെ ഇത് ഒഴിവായി കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് ഇതിനെക്കാട്ടും കൂടുതലായിരിക്കും. അങ്ങനെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വായൻ്റെ അടുത്താണുള്ളത് എന്ന് ഈ ഒരു ഇല കേട്ടോ. ഇത് ഈ ഒരു ഇല എൻ്റെ വായയുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എന്ന് കടിച്ചു പോകുന്നു. ആ ഇല എവിടെ അറിയും? ഇവിടെയാണ് ആ ഇല. നിങ്ങൾക്ക് വെച്ച് നോക്കുമ്പം എൻ്റെ ചുണ്ടിൻ്റെ അടുത്തായിട്ട് കാണും, പക്ഷേ ഇത്ര സെൻറ്റിമീറ്റർ അകലമുണ്ട് ഞങ്ങളെല്ലാവരും കൂടി. ഇവിടെ എത്തുമ്പോൾ എടുക്കണം, ഞാൻ എന്താണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത്ര ഉണ്ട്. എൻ്റെ ഇവിടെ ഇങ്ങനെ പറ്റിപ്പറിക്കുന്ന പോലെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് ഇത്തിരി കൂടെ മാർക്ക് സ്കോർ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹിന്ദിയിൽ ഇത്തിരി കൂടെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ തലേന്നാണ് ഇരുന്ന് പഠിക്കുക. ഞാൻ മനസ്സിലായില്ലേ?
മാത്സിന് 24 ആണ്. മാത്സിന് എനിക്ക് വലിയൊരു ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. മാത്സ് എനിക്ക് കിട്ടുന്ന ഉറപ്പില്ലായിരുന്നു. അപ്പം എനിക്കറിയാമായിരുന്നു എന്തായാലും ഫുള്ള് കിട്ടില്ലായിരുന്നു. ഹിന്ദിക്ക് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് കിട്ടുമെന്ന്. പക്ഷെ ഫുള്ളല്ല, 22 കിട്ടി. EVSന് എനിക്ക് 25 ആണ്, ഫുൾ ഔട്ട് ഓഫ് ഫുൾ. പിന്നെ കമ്പ്യൂട്ടറിനും ഫുൾ ഔട്ട് ഓഫ് ഫുൾ. ഇത് രണ്ടെണ്ണം എനിക്ക് EVS ഭയങ്കര ടഫായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. എനിക്ക് ഒട്ടും അത് സ്കോർ ചെയ്തെടുക്കാൻ എനിക്ക് തോന്നിയില്ല. പറ്റില്ല എനിക്കുണ്ടായിരുന്നു. എനിക്കിന്ന് 90 വരും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ആ ധാരണയൊക്കെ മാറി ഇപ്പോൾ 25 ആയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. പിന്നെ കമ്പ്യൂട്ടറാണ്, അതിൽ 25 ആണ്. അതിന് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഞാനാണ് എഴുതി കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് അറിയാമല്ലോ ഞാനായിരിക്കും ചിലപ്പോൾ ഉള്ള മാർക്ക് വാങ്ങുന്നത്. ഇത് ലെങ്ത്തിലൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇത് അഥവാ ഇനിയിപ്പോൾ ഷോർട്ട് വീഡിയോ ആയിപ്പോലെ വെച്ചിട്ടങ്ങനെ ലെങ്ത്ത് കൂട്ടി പറയുന്നത്. 24 ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് മാർക്ക് നോക്കണം. ഓക്കെ നോക്കാം. അപ്പോൾ നമുക്ക് 24 പ്ലസ് 24 പ്ലസ് 24 4 10 1 2 3 4 5 6 7 8 4 നമ്മൾ 24 അങ്ങനെയാണ് ഞാൻ കൂട്ടാറുള്ളത്. ഇങ്ങനെ ഈ ഒരു ഇതില്ല കേട്ടോ കൂട്ടാറുള്ളത്. 48 പ്ലസ് എത്രയാ 22 കേട്ടോ. ഇതിനോട് തന്നെയല്ലേ This is a boring item. കിട്ടി. നമുക്ക് 16 24 പ്ലസ് 25 ആഡ് ചെയ്യണം. അപ്പോൾ 4ഉം 5ഉം 2 3 4 5 6 7 8 9 കിട്ടി. അവിടെ 9 2ഉം 2ഉം 4 49 പ്ലസ് 49 പ്ലസ് 25. എല്ലാം കൂടെ കൂട്ടിപ്പോയിട്ട് 69 ആണ്. 69 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ. കുഴപ്പമില്ലാത്തൊരു ഫുൾ ഓഫ് ദാറ്റ്. ഞാൻ A1 ഓൾഡേഴ്സിലുണ്ട്, പക്ഷേ ടോപ്പേഴ്സിലുണ്ടോ? അമ്മ, ഞാൻ എക്സാമിന് ടോപ്പേഴ്സിലുണ്ടോ? ഇല്ല. അപ്പം അമ്മ പറഞ്ഞ അറിയില്ല കേട്ടോ. ഇല്ല ചോദിച്ചതാ. ഞാനുണ്ട് ടോപ്പേഴ്സിൽ, ഞാനുണ്ട്.